സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ ലാഭവിഹിതം അടുക്കളയിലേക്ക് എത്തുമ്പോൾ മാത്രം ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരുമല്ല ഈ നാട്ടിലെ സ്ത്രീകൾ. ജനാധിപത്യത്തിന് വലിയ വില കൊടുക്കുന്നവരാണ് ഈ നാട്ടിലെ സ്ത്രീകൾ. അവിടെ ആ വോട്ട് വിഹിതത്തിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും അടിസ്ഥാന വർഗത്തോട്. സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർ വീടുകളിൽ ഇപ്പോഴും ഇത്രയും കാലത്തെ നവോത്ഥാനത്തിന് ശേഷവും വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്നവരാണ്, വലിയ തോതിൽ ഭരിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഭരിക്കപ്പെടുന്നവന്റെ ബുദ്ധിമുട്ട് സാധാരണ പൗരനേക്കാൾ ഒരിഞ്ച് ആഴത്തിൽ അറിയുന്നവരാണ് സ്ത്രീകൾ. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ജനാധിപത്യ വിരുദ്ധത ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ചോദിക്കാനുള്ള അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിനവർ മറുപടി പറയും എന്നൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നാടിനൊരു നേരുള്ളത് കൊണ്ടാണ് 102 വോട്ട് 102 സീറ്റ് എന്നൊരു വിധിയെഴുത്തുണ്ടായത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയാമോ? അണിയറയിൽ പയറ്റാൻ വെച്ചിരുന്ന ഒരു ഉറുമയുണ്ട്. അത് ഈർക്കിലി വെച്ച് വിളക്കി ചേർത്തതാണ്. അതിൻ്റെ പേര് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്നുള്ളതായിരുന്നു. അതെടുത്ത് വീശിയേനെ, അതെടുത്ത് ഈ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് നേരെ വീശി കീറിക്കളഞ്ഞേനെ ഇങ്ങനെയല്ലായിരുന്നു വിധിയെഴുത്തെങ്കിൽ. അതിനെ ന്യായീകരണം ചമച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാൻ കണക്കിന്. അത് ആ പാളയത്തിലിരുന്ന് പൊട്ടിപ്പോയതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.